അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ ഇവിടെ ലക്ഷ്മൺ കുമാർ കലാവേദി അവതരിപ്പിക്കുന്ന സൈക്കിൾ സർക്കസ് പരിപാടിയാണ്. നാട്ടിൽ പണ്ട് കാലത്തൊക്കെ ഉള്ള ഒരു സംവിധാനമായിരുന്നു. ഇപ്പോൾ ഇതൊന്നും എവിടെയും കാണാത്തൊരു സംവിധാനമാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മെമ്പറുണ്ട്, നമ്മുടെ നാട്ടുകാരൻ ചെയ്തെടുക്കാറുണ്ട്, നമ്മുടെ നാളത്തെ കോഴിയെ സ്പോൺസർ ചെയ്ത ഹബീബ് ഖാൻ ഉണ്ട്, നദീറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ, നിങ്ങളുടെ പേരെന്താ പറഞ്ഞാൽ ലക്ഷ്മണൻ. ഇവരാണ് പിന്നെ സർക്കസ് നടത്തുന്നതും കാര്യങ്ങളും. അവരെ വൈഫാണ് പ്രൊപ്പറേറ്റർ ഓഫ് സർക്കസ് അല്ലേ. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക്? ഇത് ഒരു കാലത്ത് നമ്മുടെ നാടുകളെ, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ചെറിയ പ്രദേശങ്ങളെ വല്ലാതെ ഉണർത്തിയ ഒരു പരിപാടിയാണിത്. സർക്കസ് എന്ന് പറയുന്ന ഞാനൊക്കെ ഓർക്കുന്നത് ഇപ്പോഴും കണ്ണിപ്പൊയിൽ വരുന്നൊരു സർക്കസ് ഞാനിങ്ങനെ ഓർക്കുകയാണ്. കണ്ണിപ്പൊയിൽ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ സർക്കസ് ഉണ്ടാവും. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അടിപൊളി ലേലങ്ങൾ നടക്കും. ഓരോരുത്തരുടെയും ടൈറ്റ് പേരുകൾ പറഞ്ഞ് പ്രത്യേകമായ ഒരു ലേലം വിളിയും. അതേപോലെ ഒരു കണാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ, പിന്നെ സ്ത്രീ വേഷം കെട്ടിയ ആളുകൾ, അവരൊക്കെ ഒരു 10 ദിവസം 30 ദിവസമൊക്കെ ടെൻറ്റ് കെട്ടി ഒരു ഏരിയയിൽ ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ പരിപാടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ തുടങ്ങി, നാളെയും കൂടി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മറ്റേത് മാസങ്ങളുണ്ടാവും, ഒരു മാസമൊക്കെയാണ് ഒരു സ്ഥലത്തുണ്ടാവും, ഒരു ഏരിയയിൽ ആഘോഷം പോലെ. എന്നിട്ട് ഇത് വരുന്നത് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ അങ്ങാടിയിലുള്ള ആണുങ്ങൾ മാത്രമാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്നത് അങ്ങനെയല്ല. നല്ല ഫാമിലി, സ്ത്രീകൾ, കുട്ടികൾ അടക്കം ഒരു നിശ്ചിത സമയം കൊണ്ടായാൽ വീട്ടിൽ നിന്ന് ചൂട്ട് കത്തിച്ച് വന്ന് അവിടെ പരിപാടിയിൽ പങ്കെടുത്ത് ഏകദേശം ഒരു 9-10 മണിയൊക്കെ ആയി തിരിച്ചു പോകുന്ന ഒരു രംഗം. അതൊരു വല്ലാതെ കൺകുളിർക്കെ കാണുന്ന അപാരാവേശം, എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു സന്തോഷം. പ്രത്യേകമായ സംഭാവനയിലും ഉണ്ടാവും ടൈറ്റ് പേരും. ഓരോരുത്തരെയും ടൈറ്റ് പേര്, ഇന്നാൽ നാളെ കാണാൻ പ്രത്യേകം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാടകം, അതിൻ്റെ ഒരു, പിന്നെ അതേപോലെ ഡാൻസുകൾ, നമ്മളെ പുതിയ തലമുറക്ക് ഇതൊരു വല്ലാത്ത കാഴ്ചയാണ് യഥാർത്ഥത്തിൽ. ഇന്ന് ഇവിടെ ഇത് വന്ന് കണ്ട സമയത്ത് നമ്മളുടെ ചിന്ത പോയത് ചെറുപ്പകാലത്ത് നമ്മൾ കണ്ണിപ്പൊയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഓർമ്മയിലേക്കാണ്. കണ്ണിപ്പൊയിൽ, കുന്നോത്തുവയൽ, അതേപോലെ ഇവിടെ പാറയിൽ, എടവലത്ത് വയൽ, അങ്ങനെ അതെ, ആർത്തയ്യം, അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അതൊരു നാടിൻ്റെ തന്നെ ഉത്സവമായിരുന്നു അത്. അതാണ് ഈ ഒരു ഓർമ്മ ഈ ഒരു സമയത്ത് പങ്കുവെക്കാനുള്ളത്. ആ പരിപാടി ഇപ്പോൾ ആരംഭിക്കുകയാണ്. എല്ലാ നാട്ടുകാരും ക്ലാപ്സ്, കൈയടിക്ക് പ്രിയ നാട്ടുകാരെ. ഹലോ, ഒരു കലാകാരിയെ ക്ലാപ്സ് വേണം. നമ്മൾ നാട്ടിൽ ക്ലാപ്സ് ഇല്ല. കൈയടിക്ക് പ്രിയ നാട്ടുകാരെ, എല്ലാ നാട്ടുകാരും. ഇപ്പോ സൈക്കിൾ സർക്കസ് പരിപാടി ആരംഭിക്കുകയാണ്. Doing great.
പരിപാടി ആരംഭിക്കുകയാണ്. അവിടെ ഒരു ചെറിയ ആളുണ്ടല്ലോ, ബ്ലാക്ക് ടീഷർട്ട്, നീ കിടന്നു പോകാൻ മോനെ. ആ വാ ചെറുപ്പൊരു വാ ഇങ്ങോട്ട് വാ. പേരെന്താ നിങ്ങളത്? നവാസ്. ഇപ്പോൾ നമ്മൾ നടന്ന നവാസ് ഒരാളും ചെറിയ കുട്ടിയാണ് സൈക്കിൾ മോൾ കൊണ്ട് തിരിച്ചുകൊണ്ട് അഭ്യാസമുണ്ട്. ഒരു കലാകാരനിಗೆ ക്ലാപ്സ് വേണം. നമ്മൾ നാടിൽ ക്ലാപ്സ് ഇല്ല, കൈയടിക്ക് പ്രിയ നാട്ടുകാരെ. ഹലോ, ഇപ്പോൾ പരിപാടി ആരംഭിക്കുകയാണ്. നാട്ടിലെ ഏറ്റവും വലിയ ഓഡിയൻസ് ആണിത്. എന്ത് പരിപാടി ഉണ്ടായാലും വെലുവിടെ ഉണ്ടാവും. സലാങ്ക, നാളെ നിങ്ങളാണോ കോയിനെ ഏൽപ്പിച്ച്? ഏതാ കോയി? നല്ല നാടൻ കോയി ആണല്ലേ, ബ്രോയിലർ കോയോ? നാടൻ മുഖം കോയി. അപ്പൊ ഈ കാര്യം നല്ലോണം ചാമ്പണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പൊ നമ്മളെ കൂടെ ഇങ്ങോട്ട് വരി. അപ്പൊ നമ്മളെ കൂടെ ഇതാ നാളത്തെ കോയിനുണ്ടല്ലോ, നല്ല നാടൻ കോയിൻ അയക്കണം. നിങ്ങൾ ബ്രോയിലർ കോയിൻ അതും ഇതൊന്നും തരരുത്. ഞങ്ങൾക്ക് ഇവിടെ നല്ല പൊളിക്കേണ്ടിയാണ്. പറ്റൂല. കോഴിമുട്ടയിൽ നിന്നാണല്ലോ കോഴി ഏൽപ്പിച്ചുപോലെ. നാളെ കോഴി ഉണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു എന്ന് അറിയാൻ ഇപ്പം തന്നെ ഏൽപ്പിച്ചാനാ. അപ്പോൾ കേസ് ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു തെരുവ് നാടകം എന്താ പറയാ, ഇടക്കിടക്ക് കൊണ്ടുവരണം. സ്പോൺസർ ചെയ്യണം. നാടകവും ഈ സർക്കസും എല്ലാം കൂടി ഒന്നിച്ചാക്കാന്ന്. അപ്പൊ കൊല്ലത്തൊക്കെ നിങ്ങൾ തന്നെ ഇപ്പോഴേ പറഞ്ഞു വെച്ചോളി അല്ലേ. ഇവിടെ നാടെവിടെ? മൈസൂർ. കേരനാറ്. നിങ്ങള് വീണ അവിടെ തന്നെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വൈഫാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ജസ്റ്റ് നമ്മളെ നാട്ടിലിറങ്ങിയപ്പോൾ നമുക്ക് നാട്ടിന് മുമ്പ് കിട്ടിയ ഒരു കാഴ്ച ആയതുകൊണ്ട് നമ്മളൊന്ന് പകർത്തിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഇതിൻ്റെ ബാക്കി ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്, നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.